അതെ, നമുക്ക് നല്ലൊരു അടിപൊളി താറാവ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എൻ്റെ അനിയത്തിയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. താറാവ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് താറാവ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. തൊലിയോടുകൂടി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, കുറച്ച് വെള്ളം ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ആ വേവിച്ച് വെച്ച താറാവില്ലേ, അത് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് നമ്മൾ വറുത്തെടുക്കണം. ഒരുപാട് മൂത്ത് പോകരുത് കേട്ടോ. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമ്മൾ നേരത്തെ താറാവ് വറുത്തെടുത്ത എണ്ണയില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, അതുപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ചതച്ചത് ഇവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി, അതായത് നമ്മുടെ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. സവാള നന്നായിട്ട് വഴണ്ട് വരണേ. ഇങ്ങനെ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഈ പൊടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ച് പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരണം. അങ്ങനെ നമ്മുടെ ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ താറാവ് വേവിച്ച വെള്ളമില്ലേ, ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച താറാവ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഈ താറാവ് ഈ ഗ്രേവിയിൽ നന്നായിട്ട് കടന്ന് ഒന്ന് കുറുകി വരണം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിൽ ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല തിക്ക്, അതുപോലെ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കനം കുറച്ചരിഞ്ഞ് വറുത്തെടുത്ത നമ്മുടെ കിഴങ്ങും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ താറാവ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ സഹോദരങ്ങളെ കൂടെ ചേർക്കണം, കൂട്ടുകൂടണം. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.